യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഏശയ്യ 43:1. പ്രവാചക ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക എന്നാണ്. ദൈവപുത്രനായ ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവാചക ശബ്ദത്തിലൂടെ ആവശ്യപ്പെടുന്നതും ഭയപ്പെടേണ്ട എന്നാണ്. പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഒരു ശൂന്യത കടന്നു വന്നപ്പോൾ, പരിശുദ്ധ പിതാവിൻ്റെ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം വന്നപ്പോൾ തിരുസഭ നെടുവീർപ്പിട്ടു. കർദിനാൾമാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വിവേചന വരം നിറച്ച് നല്ല ഇടയനെ നൽകിയപ്പോൾ, പുതിയ ഇടയൻ, ആടിൻ്റെ മണമുള്ള ഇടയനായ ലിയോ 14 പാപ്പ യുവജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതും ഭയപ്പെടേണ്ട, കർത്താവായ ക്രിസ്തുവിൻ്റെയും സഭയുടെയും ക്ഷണം സ്വീകരിക്കുക എന്നാണ്. ഇന്ന് 2025 മെയ് 18 സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് ഔദ്യോഗികമായി ഉപവിഷ്ടനാകാൻ പോകുന്ന ലിയോ 14 പാപ്പയെ കാണാം. 1920 പോളണ്ടിൽ ജനിച്ച മഹാവിശുദ്ധനായ ജോൺ പോൾ II പാപ്പയുടെ ജന്മദിനം കൂടിയാണ് മെയ് 18. പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വിശുദ്ധ പദവിയിലെത്തിയ വേറൊരു പാപ്പായുണ്ട്, ജോൺ I പാപ്പ. പാപ്പയുടെ തിരുനാൾ ദിനമാണ് ഇന്ന് മെയ് 18. ഈ ഒരു നല്ല നിമിഷം മെയ് 18 സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തിരുസഭയും ലോകവും നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല ഇടയനെ നൽകിയതിനെ ഓർത്ത്. ആമേൻ.